ഗായ്സ് എല്ലാവർക്കും യൂട്യൂബിൻ്റെ പുതിയ വീഡിയോയുടെ സ്വാഗതം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ബോക്സ് വെച്ച് കണ്ട് നമ്മൾ മീനുകൾക്ക് ഇന്ന് കുളം ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. പിന്നെ ഇത് എത്രത്തോളം റെഡി ആവുമെന്ന് എനിക്കറിയാം, ചിലപ്പോൾ ലീക്ക് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നാലും ചെയ്ത് നോക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഇതുവരെ അങ്ങനെ ആരും ചെയ്തുകൊണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബോക്സ് കണ്ടപ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യാം എന്നുള്ളതിൽ ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് അതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ ഇത് വെച്ചിക്കാണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് തുറക്കാനും മടക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നേരെ വീഡിയോയിൽ എടുക്കാം. വീഡിയോയിൽ കഴിയുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്ത് നോക്കാനും വേണ്ടി കാരണം ഇത്തരത്തിലുള്ളൊരു ബോക്സും കാര്യമൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബോക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം മുന്നുള്ളതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം മുന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ലീക്കും കാര്യമൊക്കെ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ടേബിളിലോട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാനും വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ രീതിയൊക്കെ ചെയ്യാം. പിന്നെ മീനുകൾ ഇടാനായിട്ട് ഇത്തരത്തിലുള്ള ബോക്സ് തന്നെ വേണമെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. ജസ്റ്റ് ഈ ബോക്സ് കണ്ടപ്പോൾ നമ്മൾ എന്താ ഇത്തരത്തിൽ ചെയ്യാം എന്നുള്ള ഇതിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗായ്സ് നമുക്ക് ആ രീതിയിൽ ചെയ്തെടുക്കാനും വേണ്ടിക്കാണ്ട് ഇതിൻ്റെ അകമൊന്ന് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഒരുപാട് ചളിയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കാലങ്ങൾ മുന്നേ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പൊടിയും കാര്യമൊക്കെ ഒന്ന് കളയേണ്ടതുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിൽ നിന്ന് ഇതിൻ്റെ ഈ ഭാഗത്തോടെ ചെറിയ രീതിയിൽ ഇലാസ്റ്റിക് കാനൊക്കെ ഉണ്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ ടോട്ടൽ 4 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ബ്ലേഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മീൻകുളം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീനുകൾക്ക് ഒരുപാട് നീന്തി കളിക്കാൻ സ്പേസ് വേണമല്ലോ. അപ്പോൾ അതുണ്ടാകും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. ഇനി അടുത്ത ടാസ്ക് പറഞ്ഞാൽ ജസ്റ്റ് അത് കഴുകി എടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം കാര്യമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കഴുകുന്ന സമയത്ത് നല്ല രീതിയിൽ കഴുകേണ്ട. ഒരുപാട് കാലം മുന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ കഴുകിയില്ലെങ്കിൽ മീനുകളൊക്കെ ചത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കഴുകണം. പിന്നെ ഇത്തരത്തിലുള്ള ഐറ്റങ്ങൾ നമ്മൾ കഴുകുന്ന സമയത്ത് സോപ്പൊന്നും യൂസ് ചെയ്യാതെ കഴുകുക കേട്ടോ. അപ്പോൾ നമ്മൾ മീനുകളാണ് ഇതിലോട്ട് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ മീനുകൾ ഇടുന്ന സമയത്ത് ചിലപ്പോൾ മീനുകൾ സോപ്പിൻ്റെ പദം കാര്യമൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ മീനുകൾ ചാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സോപ്പൊന്നും യൂസ് ചെയ്യാതെ വെക്കുക പരമാവധി. പിന്നെ ഇതാണ് നമ്മുടെ കുളം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുളത്തിലുള്ള മീനുകളാണ് ഇപ്പോൾ നമ്മുടെ ബോക്സിലോട്ടായിട്ട് ഇടാനായിട്ട് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കുളം എന്ന് പറഞ്ഞാൽ ഒരുപാട് മഴയും കാലൊക്കെ വരുന്ന സമയത്ത് കുറച്ച് മീനുകളൊക്കെ പുറത്തോട്ട് ഒലിച്ച് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ഇതിലോട്ട് മാറ്റിയൊക്കെ നിർബന്ധം തന്നെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആലോചിക്കുന്നുണ്ട് അതിൽ ഇടാനും വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിലായിട്ട് കുറഞ്ഞ രീതിയിൽ മീനുകളുണ്ട്, ഒരുപാടൊന്നുമില്ല. അപ്പോൾ സാധാരണ ഗപ്പിയും കാനൊക്കെയാണ് ഇതിലോട്ട് ഇടാറുള്ളത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഇതിലോട്ടായിട്ട് വെള്ളം കാര്യം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാടൊന്നും ഒഴിച്ച് കൊടുത്താലും സീനാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. ആ ലിമിറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് പുറത്തോട്ടായിട്ട് വെള്ളം കാര്യം പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഏകദേശം നമുക്ക് 2 ബക്കറ്റ് വെള്ളം കറക്റ്റ് ആയിട്ടുണ്ട്. 2 ബക്കറ്റ് വെള്ളം നമുക്ക് ഒഴിച്ചതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച സമയത്ത് അത് പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 ബക്കറ്റ് ആ രീതിയിലൊക്കെ എന്തായാലും വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചാലും അത്യാവശ്യത്തിനൊക്കെ നമ്മൾ മീനുകൾക്ക് നീന്തി കളിക്കാനുള്ള സ്പേസ് കണക്ക് ഉണ്ടാവും. പിന്നെ ഹോൾ എങ്ങനെ വരുന്നത് വെച്ചാൽ നമുക്ക് അടക്കാനും തുറക്കാനായിട്ടുള്ള ഹോളാണ്. അപ്പോൾ അതുവഴിയാണ് വെള്ളം പുറത്തോട്ട് പോകുന്നത്. ഇപ്പോൾ വെള്ളം പോലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമുക്ക് ഇത്ര ഇതിൽ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഏകദേശം ഇത്ര ആയപ്പോൾ വെള്ളം പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഇത് ഉണ്ടായതുകൊണ്ടാണ്, ഹോളും കാര്യം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്ന് വെള്ളം കാര്യം പോയിക്കോട്ടെ. ഇവിടെ ചെറിയ രീതിയിൽ ഹോളും കാര്യം ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാനുണ്ട്. അവിടെ വെള്ളം കാണുന്നുണ്ട് കണ്ടോ. ഈ ഹോളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് താഴത്തോട്ട് വെള്ളം ഇപ്പോൾ ഏകദേശം നമുക്ക് ഇത്ര വെള്ളം മതി. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ള വെള്ളം പോയിക്കോട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളം നിറക്കുന്ന സമയത്ത് ഏകദേശം ഇതിൻ്റെ ഈ അളവിൽ മാത്രം നിറച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്തായാലും അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളം ഇതേപോലെ പോകുന്നതാണ്. അവിടെ ഹോളും കാര്യം ഉണ്ട്. നമുക്ക് ജസ്റ്റ് അടക്കാനും ഇതിനൊക്കെ ആയിട്ട് ഹോളും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം പോകുന്നത്. എന്നാലും അത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് സ്പേസ് ഉണ്ട്. നമുക്ക് മീനുകൾക്ക് നീന്തി കളിക്കാനുള്ള സ്പേസും കണക്ക് ഉണ്ട്. എന്തായാലും ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം ഇപ്പോൾ ഏകദേശം ഈ അളവിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ടായിട്ടാണ് മീനുകളെയും പിന്നെ അതേപോലെ പായലും കാര്യങ്ങളൊന്നും കൊടുത്തിടേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ രീതിക്കൊന്ന് ചെയ്ത് നോക്കട്ടെ, എത്രത്തോളം അടിപൊളിയാവുമെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് കൊടുത്തിടാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മീനുകൾ ജസ്റ്റ് ഇട്ട് വെക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ഗ്ലാസും കാര്യമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലോട്ടായിട്ട് നമുക്ക് ജസ്റ്റ് മീനുകൾക്ക് ഇട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് ജസ്റ്റ് കുളത്തിലോട്ട് നമ്മൾ ജസ്റ്റ് അരിപ്പ് വെച്ചിട്ടാണ് കോരി നോക്കുന്നുണ്ടോ. അപ്പോൾ ചെറിയ രീതിയിലുള്ള മീനുകൾ സാധാരണ പറഞ്ഞല്ലോ, നമുക്ക് ഗപ്പി പിന്നെ അതേപോലെ ചെറിയ രീതിയിലുള്ള മീനുകളൊക്കെയാണ് ഇതിലോട്ട് ഇടാറുള്ളൂ. വലിയ മീനുകൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം മഴ പെയ്യുന്ന സമയത്ത് പുറത്തോട്ട് ഒലിച്ച് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ രീതിയിലുള്ള മീനുകളൊന്നും ഇടാറില്ല. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിലുള്ള മീനുകൾ കിട്ടിയതിന് ശേഷം കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിലുള്ളൊരു മീനാണ് ഇപ്പോൾ ഇത്.
അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഒരു മീനിനെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-15 മീനുകൾ പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയാണ് നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ മീനുകൾ പിടിച്ചതിന് ശേഷം അതിലോട്ട് ഇടണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പായലും കാര്യമായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ പായൽ നമുക്കിത് ഏകദേശം ഒരു 5-6 അതിലോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് അതിലോട്ട് ഇട്ട് നോക്കണം. പായലിട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ ജസ്റ്റ് ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് അടിയിൽ തട്ടി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം കുറഞ്ഞ മീനുകൾക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മീനുകളെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എന്തായാലും ഇത് ജസ്റ്റ് അതിലോട്ട് ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ടേബിളിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ടേബിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അതിലോട്ട് പായലും കാര്യമൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ മീനിനെ മാത്രം ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് പായലും കാര്യം ഇട്ട് നോക്കാം. എന്നാൽ മാത്രമേ അതിൽ വെള്ളം കാര്യം കറക്റ്റ് ആകുന്ന കാര്യം മനസ്സിലാക്കാനും കഴിയുള്ളൂ. അപ്പോൾ അതിന് ജസ്റ്റ് ഇപ്പോൾ അതിലോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലായിട്ട് നമ്മൾ മീനുകൾ വരുന്നത്. നമുക്ക് നേരം ഇതുകൂടെ നമുക്ക് ജസ്റ്റ് അതിലോട്ട് വെച്ച് നോക്കട്ടെ. സംഭവം അടിപൊളിയായിരിക്കും ഇത് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പായലും കാര്യം എടുത്തിരുന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പായലും കാര്യം ഇതിലോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ പായലിന് വലിയൊരു സ്പേസ് കുറവാണ്, എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യത്തിനുള്ള സ്പേസും കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ മീനുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. പിന്നെ നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഹോളും കാര്യം ഉണ്ടായതുകൊണ്ട് പിന്നെ ചെയ്യാണ്ട് കഴിയില്ല എന്നായിരുന്നു. പക്ഷേ നമുക്ക് 2 വർഷത്തോളം അങ്ങനെ യൂസ് ചെയ്യാതെ കിടന്നുകൊണ്ടും വലിയ ഹോളും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഇല്ലായിരുന്നു. രണ്ടെന്നുള്ള ജസ്റ്റ് നമ്മൾ MC പോലുള്ള ഗമ്മൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒട്ടിച്ചെടുക്കാനും കഴിയുന്ന കേട്ടോ. പിന്നെ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിലോട്ട് ഏകദേശം 2 ബക്കറ്റ് വെള്ളമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ബക്കറ്റ് മുകളിലോട്ട് നമുക്ക് ഒഴിക്കാണ്ട് കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബോക്സിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നല്ല ബോക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം കാര്യം ഒഴിക്കാണ്ട് കഴിയുന്നതാണ്. പിന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് മറ്റൊരു സംഭവം നമ്മൾ ചെയ്യാണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ജസ്റ്റ് ഇതിലോട്ടായിട്ട് ഒരു വാട്ടർ പമ്പൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ജസ്റ്റ് വെള്ളമൊക്കെ പമ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്താ വെച്ചാൽ നമ്മൾ ആ രീതിയിൽ ചെയ്ത് വന്നപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് ഇപ്പോൾ അതിന് ഒരുപാട് കൂടിയത് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അത് പതുക്കെ അങ്ങനെ ഒഴിവാക്കിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മൂടിയും കാര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് അടച്ചു വെക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. പക്ഷേ അടച്ചു വെക്കുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഇതിലോട്ട് കൊടുത്തുള്ള പായലും കണക്ക് വളരാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അടച്ച് വെച്ചുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അപ്പോൾ എന്തായാലും അതുകൊണ്ടായിരുന്നു നമ്മൾ ഇത്തരത്തിലുള്ളൊരു ബോക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്നാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിന് നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ.